ഹായ് ഓൾ, ഞാൻ മിഥുൻ സി വിനോദ്, ബയോളജി ഫാക്കൾട്ടിയാണ്. നീറ്റ് എന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ ബയോളജിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ വെയിറ്റേജുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബയോളജീനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, സുവോളജിയും ബോട്ടണിയും. ഇനി നമുക്ക് സിലബസിലേക്ക് കിടക്കാം. സിലബസിൽ വരുമ്പോൾ ആദ്യത്തെ യൂണിറ്റാണ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്. അതിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. നെക്സ്റ്റ് യൂണിറ്റ് ആണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇതിൽ വരുന്നതാണ് സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ. നെക്സ്റ്റ് യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്നതാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞ് വരുന്ന യൂണിറ്റാണ് ഹ്യൂമൻ ഫിസിയോളജി. ഹ്യൂമൻ ഫിസിയോളജിയിലാണ് നമുക്ക് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കാണാൻ പറ്റുന്നത്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ കാണാൻ പറ്റും, അതുപോലെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അടുത്തത് വരുന്നതാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിൽ ഏതാണ് വരുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് എവല്യൂഷൻ ആണ് വരുന്നത്. ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയറിൽ വരുമ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ഓർഗാനിസംസ് ആൻഡ് ഇറ്റ്സ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സുവോളജിയിലത്തെ എത്ര ഈസി ക്വസ്റ്റ്യൻസ്, മീഡിയം ലെവൽ ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ബോട്ടണിയിൽ എത്ര ഈസി, മീഡിയം ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈസിയിൽ 60% ആണ് വരാറ് സുവോളജിയിൽ, അതുപോലെ മീഡിയമിൽ 70%, ഡിഫിക്കൽട്ടിൽ 40% വരുന്നു. ബോട്ടണിയിലാണെങ്കിൽ ഈസി 34%, മീഡിയം 52%, ഡിഫിക്കൽട്ട് 14% ആണ് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. അതിലാദ്യം വരുന്നതാണ് ബോട്ടണിയിൽ വരുന്നതാണ് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ. അത് ഏകദേശം 21.28% ആണ് വരുന്നത്. ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ 19.15% ആണ് വരുന്നത്. പ്ലാന്റ് ഫിസിയോളജിയിൽ 17.02% ആണ് വരുന്നത്. സെൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിൽ വരുമ്പോൾ 14.89% ആണ് വരുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് 8.51%. സുവോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് തന്നെ 27.91%, ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് 18.60%, റീപ്രൊഡക്ഷനിൽ 13.95%, ബയോടെക്നോളജിയിൽ 11.63%, ബയോമോളിക്യൂൾസ് 9.30% നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയർ ട്രെൻഡ് നോക്കിയാലോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെന്ന്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൽ നിന്ന് 7ഉം, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് 6ഉം, അനിമൽ കിങ്ഡത്തിൽ നിന്ന് 5ഉം, സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷനിൽ നിന്ന് 5ഉം, പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് 4ഉം, സെല്ലിൽ നിന്ന് 4, ബയോമോളിക്യൂൾസിൽ 4ഉം, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ്, ആൻഡ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സിൽ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. നല്ലൊരു മാർക്ക് വാങ്ങിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.